ഒരു യാത്രാ സംഘാടകർ എന്നുള്ളത് എനിക്ക് നമ്മൾ എന്തിനും ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കാം. അതിൽ പിന്നീട് ഞങ്ങൾ ഒരുപാട് പാഠം പഠിച്ചു. പിന്നീട് ഞങ്ങൾ യാത്രക്കാരോട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, യാത്രയിൽ നമ്മളുടെ സങ്കല്പം വലിയൊരു ശക്തിയാണ്. നമ്മളെ മനസ്സിൽ എപ്പോഴും നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് കേട്ടില്ലേ? അപ്പോൾ നമ്മളെന്താണോ അത് തന്നെയാണ് സംഭവിക്കുക. അപ്പോൾ നമ്മൾ ഒരിക്കലും നെഗറ്റീവായിട്ട് കാര്യങ്ങൾ സംഭവിക്കുന്നത് സങ്കല്പിക്കാനേ പാടില്ല. നമ്മളെ ചിന്തകൾക്ക് പോലും വലിയ സ്വാധീനമാണ്, പ്രത്യേകിച്ച് ഹിമാലയ യാത്രയിൽ. ഞങ്ങൾക്ക് ഒരുപാട് അനുഭവമാണ് പിന്നീട് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആദ്യം ഇപ്പോൾ യാത്രക്കാരോട് പറയും, നിങ്ങൾ യാത്ര പുറപ്പെടുന്നത് എല്ലാം നമുക്ക് അനുകൂലമായിട്ട് വരും എന്ന് നിങ്ങൾ സങ്കല്പിക്കണം എന്ന് ഞങ്ങൾ യാത്രയിൽ ഉടനീളം പറയും. പക്ഷേ പിന്നീട് വന്ന യാത്രകളിലൊക്കെ ഈ സങ്കല്പത്തിൻ്റെ ശക്തി ഞങ്ങൾക്ക് ഒരുപാട് അനുഭവമാണ്. ഞങ്ങൾ കഴിഞ്ഞ വർഷം പോയ ഹിമാലയ യാത്ര, അത് വാലി ഓഫ് ഫ്ലവേഴ്സ് ഉൾപ്പെടെയുള്ള ഒരു യാത്രയായിരുന്നു. ആ വാലി ഓഫ് ഫ്ലവേഴ്സ് ഉൾപ്പെടെയുള്ള യാത്രയിൽ ഞങ്ങൾ ഹരിദ്വാറിലെത്തി. അവിടെ നിന്നൊരു ബ്രീഫിംഗ് നടത്തും. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് പോകേണ്ട ബസ്സിലെ ഡ്രൈവർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഹിമാലയത്തിലേക്ക് പോകുന്ന ഈ ദിവസങ്ങൾ നല്ല മഴയാണ്, ഇന്നലെ വരെ കനത്ത മഴയാണ്, ബദ്രീനാഥ് റൂട്ടിൽ മണിക്കൂറുകൾ ബ്ലോക്കാണ്, ഒരിക്കലും നിങ്ങൾക്ക് പോകാൻ എപ്പോഴാണ് നമ്മൾ എത്തുകയെന്നും പറയാൻ പറ്റില്ല. അതായത് നമുക്ക് പോവാം, പക്ഷെ എപ്പോഴെത്തുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ഇതൊരിക്കലും നമുക്ക് യാത്രക്കാരോട് പറയാൻ പറ്റില്ല. യാത്രക്കാരെ ഞങ്ങൾ രാവിലെ വിളിച്ചു. ഇത് ഞങ്ങൾ അവരോട് പറഞ്ഞു, നമ്മളുടെ യാത്ര ചെറിയ ചെറിയ മഴയൊക്കെ ഉണ്ട്, കേൾക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ ഒരു കാര്യം ഉറപ്പിച്ചോളണം, നമ്മളെ യാത്രയിൽ യാതൊരു തടസ്സവുമില്ല. നമ്മൾ പോകുന്ന വഴികൾ വളരെ സുഗമമായിരിക്കും, നമുക്ക് ഒന്നും തടസ്സമായി വരുന്നില്ല, നിങ്ങളെല്ലാവരും ഉറപ്പിച്ചോളണം, എല്ലാവരും മനസ്സിൽ ഈ ഒരു സങ്കല്പവും ഈ ഒരു പാക്രിയവും വേണം എന്ന് പറഞ്ഞു. ശരിക്കും ഞങ്ങൾ അത്ഭുതമായിപ്പോയി. 12 ദിവസത്തെ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുന്നവർ മഴ പെയ്തതേ ഇല്ല. മാത്രമല്ല, ഞങ്ങൾ ആ യാത്രയിൽ വാലി ഓഫ് ഫ്ലവേഴ്സ് എല്ലാവരും പോകുന്നതല്ല, ഹിമാലയത്തിൽ പോകുന്ന ഈ ചാർധാം പോകുന്ന എല്ലാവരും പോകുന്ന സ്ഥലമല്ല വാലി ഓഫ് ഫ്ലവേഴ്സ്. വാലി ഓഫ് ഫ്ലവേഴ്സ് കുറച്ച് ഉള്ളോട്ട് പോകണം. 12 കിലോമീറ്റർ ഗോവിന്ദഘട്ട്, അതായത് ബദ്രീനാഥ് റൂട്ടിൽ ജോഷിമണ്ട് കഴിഞ്ഞാൽ ഗോവിന്ദഘട്ട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടുന്ന് ഗംഗാറിയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് 12 കിലോമീറ്ററാണ്. ഈ 12 കിലോമീറ്റർ ഒന്നുകിൽ കുതിരപ്പുറത്ത് അല്ലെങ്കിൽ നടന്നിട്ട് പോകണം. ഹെലികോപ്റ്റർ ഉണ്ട്, പക്ഷെ അപൂർവമായിട്ട് മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെ പോകണം. അങ്ങനെ പോകുന്ന സമയത്ത് മഴ പെയ്താൽ കഴിഞ്ഞു, അവിടെ ലാൻഡ് സ്ലൈഡിങ് വരാം. അപ്പോൾ പക്ഷേ ഈ യാത്രയിൽ ഉടനീളം ഞങ്ങൾക്ക് എവിടെയും മഴേൻ്റെ യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. റോഡ് ബ്ലോക്കായിട്ട് ഞങ്ങൾക്ക് എവിടെയും താമസിക്കേണ്ടി വന്നില്ല. ഇനി മറ്റൊരു അത്ഭുതം കൂടി ആ യാത്രയിൽ ഉണ്ടായിട്ടുണ്ട്.